വാട്സപ്പ് വാചകം സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ പിന്നെയും കാറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരി പോവുകയാണ്. ചങ്ങനാശ്ശേരി എവിടെ പോകുന്നു? തിരുവല്ല പോവുകയാണ്. എൻ്റെ സൗണ്ട് ഇന്നലത്തെ കാട്ടി നല്ലതായിട്ട് അടഞ്ഞു. ഇനി അടഞ്ഞടച്ച് ചിലപ്പോൾ നാളത്തെ മൂമ്മയായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് എൻ്റെ പറയുക ഫേഷ്യൽ സിക്യൂരിറ്റി ലേസർ ഇല്ല ഇതിനു മുമ്പ് ചെയ്യിപ്പിച്ചത്. അത് ചെയ്തിട്ട് വളരെ ഒരു ഗുണം ഉണ്ടായില്ല. പക്ഷെ എന്തായാലും ഞാൻ 2 എണ്ണത്തിന് പൈസ കൊടുത്തിരിക്കുന്നുണ്ട്. രണ്ടാമത്തത് കുറേ ദിവസമായിട്ട് ലാഗടിച്ച് ഇപ്പോൾ 2 ആഴ്ച ലേറ്റായി. ഇന്ന് പോയി ചെയ്യിപ്പിച്ചേക്കാം. അവർ പറഞ്ഞ് 4 വട്ടം ചെയ്യിപ്പിക്കാനാണ്. ഓരോ വട്ടം ചെയ്യിപ്പിക്കുന്ന ശേഷം 7,000-8,000 രൂപയാവുന്നുണ്ട്. എന്നാൽ 2 എണ്ണത്തിന് ഓൾറെഡി പൈസ കൊടുത്തു. ഒരെണ്ണം കഴിഞ്ഞ് രണ്ടാമത്തെ ഇന്ന് പോയി ചെയ്യാം. മോന്റെ ഒന്ന് കരിച്ചിട്ട് വരാൻ കരിച്ച് വല്ല ഗുണം ഇന്നും കൂടി നോക്കട്ടെ, അതൊക്കെ അറിയിക്കാം. അപ്പം തിരുവല്ലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ. ഉച്ച സമയമായി. അവർ 2:45 വരാൻ പറഞ്ഞത്. ഇപ്പം 2:15. അരമണിക്കൂർ അതൊന്നുമില്ല, ലേറ്റാ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ അത് ഇത്രയേ ഉള്ളല്ലോ. ഇന്നലെ ഇറങ്ങിയപ്പോൾ ടയർ പഞ്ചറായി. ഇന്നിറങ്ങിയപ്പം ഒന്നിറങ്ങിയ ലേറ്റാ. അത് നമുക്ക് പോവാം. ഈ ഇടക്കിടക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ, അത് കേൾക്കാമെന്ന് അറിയത്തില്ല. അത് ഹോൺ അടിക്കുമല്ലോ, ബ്രേക്ക് കിട്ടുമ്പോഴുള്ള സൗണ്ട് വണ്ടിയുടെ. എല്ലാം സഫിസ്റ്റിക്കേറ്റഡ് മെക്കാനിസം. പാടമൊക്കെ ഇതാണ്ട് നെൽപ്പാടങ്ങൾ, ഏതോ ഒരു സാഗരം പോലെ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇത് ചങ്ങനാശ്ശേരി റോഡാണ്. ഇവിടെ സാറിന് വെള്ളപ്പൊക്കമാണ്. പുതിയ റോഡൊക്കെ വന്നിട്ട് വെള്ളപ്പൊക്കം ഇല്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ലല്ലേ, വെള്ളപ്പൊക്കം കാണത്തില്ല. അന്നേരം നമ്മൾ മുമ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് പറയാം. വെള്ളത്തിൽ നിറഞ്ഞു പോയല്ലോ സ്ഥലം. ഇത്ര വെള്ളം സാറിന് ഉള്ളതാ ഇവിടെ വെള്ളം. പക്ഷെ ഇത്രയും വെള്ളം ഉണ്ടോ? ആരെങ്കിലും കമൻസിൽ പറയും ഇത്ര വെള്ളം ഉണ്ടോ. ഇപ്പോൾ ഈ റോഡ് ഇപ്പോൾ പൊങ്ങിയിരിക്കുന്നുണ്ട്. നേരത്തെക്കാട് ഇത്രയും പൊക്കം ഇല്ലായിരുന്നു ഈ റോഡിന്. ഇപ്പോൾ വെള്ളമില്ല ഇവിടെ. സാറിന് അതേ ആ വീടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ ദൂരത്തായിട്ട് അതെല്ലാം താന്നിരിക്കുമല്ലേ. ആ ലെവലിലായിരുന്നു ഇവിടെ പണ്ട് റോഡ്. പണ്ട് ഏത് പണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു പണ്ട് സമയത്ത് താറാവൊക്കെ ഇരിക്കും. ബോയ്സ് പോകുന്ന വഴി തിരിച്ചു പോകുന്ന ഒരു താറാവിനെ മേടിച്ച് നമുക്ക് വളർത്താം എന്ന് പറയുന്നു. താറാവിന് നമുക്ക് താറാമുട്ട കഴിക്കേണ്ട ഈ ഇടയിൽ. പക്ഷേ അതിനിങ്ങനെ താറാവിൻ്റെ ആണും പെണ്ണും ഒക്കെ വേണ്ടി വരും. എന്തായാലും നമുക്കൊരു താറാവ് എടുക്കാം. ആണാണ് പെണ്ണാന്ന് വീട്ടിൽ എത്തും പറയും. അല്ല എങ്ങനെ അറിയാൻ അറിയത്തില്ല, അങ്ങനെ അറിയാതിരിക്കും. ഇല്ല ആയിരിക്കും താറാവ് ക്വാക്ക് എന്ന് പറഞ്ഞ് സ്ഥലം കുറവാണെന്ന്. പക്ഷേ വെള്ളമൊന്നുമില്ല. കട്ടിലേക്ക് വന്നിരിക്കും ക്വാക്ക്. പുറത്ത് വെച്ച് അവസാനം ഹീസ്ട്രോക്ക് ഒക്കെ വരുമെന്ന് അറിയത്തില്ലല്ലോ. ഞാൻ ചിലപ്പോൾ നോക്കാം. നിങ്ങളെ കമന്റിൽ പറയുന്നതും കൂടി ഒരു പ്രോത്സാഹനമായി എടുത്ത് ഞാൻ പിന്നെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടെന്ന്. വീട്ടിൽ കൊണ്ടുപോയി ഞാൻ മഹാരാസ്കരിക്കും. വീട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ കേട്ടതില്ല. അവനും ഞാനോട് പുറത്തിരിക്കേണ്ടി വരും. പിന്നെ ഞാൻ കൊണ്ട് ഇറക്കം കൊടുക്കേണ്ടി വരും. പിന്നെ പിന്നെ അവസാനം എനിക്ക് വീട്ടിൽ കയറാൻ വേണ്ടി താറാവ് ഇറച്ചിയാക്കേണ്ടി വരും. അത് എന്നാലും 1 മണിക്കൂർ ദൂരം അവിടെ നിന്ന് നമ്മൾ ധർമാടിയിലെത്തിയിരിക്കുന്നു. ഞാൻ പോയിട്ട് മോന്ത ഒന്ന് കരിക്കിട്ട് പിന്നെ അവർ നമ്മയും ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചക്ഷൻ ഇടും. പിന്നെ അതിനകത്ത് കരിയിക്കും. പിന്നെ ഇഞ്ചക്ഷൻ ഇടും. പിന്നെ കരിയിക്കും. അക്ഷയുടെ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇടാൻ പറ്റത്തില്ല. ഇവിടെ പോളുണ്ട്. കയറ്റിയെടുത്ത് ഇടായിരുന്നു വേണമെങ്കിൽ. ഞാൻ പോയിട്ട് വേണം സ്വന്തം മോന്തേന്ന് അൽഫാമിന് മൊരിഞ്ഞൊരു മണമില്ലേ, അത് മോന്ത കരിയുമ്പോൾ വരും. ആ കോമറ്റിന് എവിടെ വേണമെങ്കിലും കയറ്റി പാർക്ക് ചെയ്യും. ആ കോമറ്റ് ഇരിക്കുന്നുണ്ട് അവിടെ. ഇത് തീർത്തിട്ട് എനിക്ക് ഫുഡ് കഴിക്കണം. എൻ്റെ തലയ്ക്കകത്ത് ഫുഡ് കഴിക്കണമെന്ന് മാത്രം ചിന്ത മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇത് ഫോർമാലിറ്റി പ്രയത്നമൊക്കെ പെട്ടെന്ന് എനിക്ക് ഫുഡ് കഴിക്കണം. ഞാൻ മോന്തയ്ക്ക് നമ്മിങ് ക്രീം ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ചായിട്ട് മോന്തന് കരിയിക്കാൻ പോവുകയാണ് ഈ നിമിഷങ്ങൾക്കകം. ഇപ്രാവശ്യം തന്നെ മോന്ത കുറച്ച് ഏറെ പൊള്ളിച്ചെന്ന് തോന്നുന്നു. അവർ കരിയിച്ചെടുത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ ലേസർ ഇട്ട് ഉപയോഗിച്ചു. ഞാൻ കുറച്ച് നാളായി വന്നിട്ട്, അതുകൊണ്ട് പിണക്കം കാരണമാണെന്ന് അറിയത്തില്ല. ഞാൻ വല്ലതും കഴിക്കണം. എനിക്ക് സൺസ്ക്രീനും പിന്നെ ജെല്ല് തന്നിട്ടുണ്ട് വരാൻ വേണ്ടി. എന്നാൽ നമുക്ക് തിരിച്ച് വീട്ടിൽ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കാം. നമ്മൾ ഫുൾ പോസ്റ്റാണ്. 2 മണിക്കൂറോടെ ഇരിക്കുമായിരുന്നു. എന്നെ വെറുതെ ആ ക്രീം ഇട്ടുകൊണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എൻ്റെ മുഖം തന്നെ വീർത്തിരിക്കുന്നുണ്ടായിരുന്നു. തടിച്ച് വീർത്ത് നീര് വെച്ച്. അത് ഇങ്ങനെ നംനെസ് ക്രീം, മറ്റേ മരവിക്കാൻ ക്രീം വെച്ചായിരുന്നു. അതിൻ്റെ മരവിലിങ്ങനെ പോകും തോറും വേദന കൂടിക്കൂടി വരും. അപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. എന്നാലും ഈ ഫുഡ് കഴിച്ചുകൊണ്ട് വേദന മറക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? അതെ, എന്ന് ഞാനും വിചാരിക്കുന്നു. ബോയ്സ്, നമ്മൾ ആലപ്പുഴയിലെത്തി. നമ്മൾ വീട്ടിൽ പോകുന്ന മിട്ടമാക്കി ചിക്കൻ കഴിച്ചിട്ട് പോകാം. വേറെ നല്ല ചിക്കൻ കറി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് മേടിക്കും. എൻ്റെ മോങ്ങാട്ട് എന്ത് വന്ന് പബ്ലിക്കിൽ പോയി ഫുഡ് കഴിക്കാനുള്ളൊരു കോലം ഉണ്ടാ. കടന്നിൽ കുത്തിയനൊക്കെ ഉണ്ട്. വേദന കൂടിയിട്ട് മാത്രമേ ഉള്ളൂ, ക്ഷമിച്ചിട്ടില്ല. ഇത് കാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ചെയ്തിരുന്നേ കടലിൽ കുത്തിയാണെന്ന് പറയുന്നത്. ഫുൾ വെള്ളമാണല്ലോ. ആഹാ, ഈ മഴക്കാലം തീർന്നു കഴിഞ്ഞിട്ടും കുറച്ചേറെ മാസങ്ങൾ ഈ വെള്ളം തന്നെ ആയിരിക്കും. ഞാൻ കല്ല് കയറിയിട്ട് നല്ല ഫുഡ് വിഷമില്ല. ഞാൻ ഓർഡർ ചെയ്തേ ഉള്ളൂ. എന്നാലും ഇത്രയൊന്നും മാഞ്ഞു വരത്തില്ല. ഞാൻ ഫ്രൈസ് ഓർഡർ ചെയ്തത്. ഫ്രൈസ് ഇങ്ങനെ പെട്ടെന്ന് വരുന്നു പറഞ്ഞു. അതും ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ, വന്നിട്ടില്ല. ഈ വെള്ളം കുടിച്ച് വേറെ നടക്കുകയായിരുന്നു. ഫുഡ് കൊണ്ടുവന്നാൽ ഫുൾ ചിക്കൻ കഴിച്ചിട്ട് തീരുമാനമാക്കട്ടെ. പച്ചക്കറിയും കഴിക്കാറില്ല. റുമാലി റൊട്ടിയാണ് മേടിച്ചിരിക്കുന്നത്. വാങ്ങിയോട്ടെ, ടൈം കളയാനേ താല്പര്യമില്ല.
ഓ വാവ്, രാവിലെ ഒന്നും കഴിക്കാൻ തന്നെ ടൈം ലാപ്പ് വേണം കഴിച്ചു തീർക്കുന്ന. ഞാൻ ചിക്കൻ കഴിച്ചു, പക്ഷേ എൻ്റെ വിശപ്പ് അണഞ്ഞിട്ടില്ല. വല്ല മധുരം കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്താൽ മധുരം കഴിക്കാൻ പോകാം. ഇത്ര ബുദ്ധിമുട്ടിനെക്കാട്ടും നല്ലത് വെള്ളത്തിലിട്ട് ഇറങ്ങി പോകുന്നതന്നെ. ഹിമാലയൻ എത്തിയിരിക്കുകയാണ്. അല്ല ഹിമാലയ അല്ല, ഹിമാലയ കാണുന്നുണ്ടാവില്ല. എന്നാലും ഇവിടെ നിന്ന് നമുക്ക് സ്വീറ്റ്സ് ഒക്കെ മേടിച്ച് കഴിക്കാം. ബോയ്സ്, ഞാൻ ഉദ്ദേശിച്ചത് നോർത്ത് ഇന്ത്യൻ വല്ല മധുരം കഴിക്കാമെന്നാണ്. ഇവിടെ പേടയും മൈസൂർ പാക്കും അല്ലാതെ ബാക്കി ലഡ്ഡു ഒക്കെ ഉള്ളു. ബാക്കിയെല്ലാം കാലി. പ്യുവർ ഹണിയാണെന്നുള്ള എന്തുറപ്പുണ്ടെന്ന് ചോദിക്കേണ്ടി വരും. മധുരം കഴിക്കാം, മധുരം കഴിക്കും. ബട്ടർ ജിലേബി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു വ്യത്യാസമുണ്ട്. മധുരം കൂടി ഇപ്പം എനിക്ക് മടുത്തെന്ന് തോന്നുന്നു. നീ തന്നെ ഫുള്ള് കഴിച്ച് തീർക്ക്. കുറെ ഉന്മേഷത്തിൽ കയറി വന്നതാണ്. ആദ്യത്തെ 2 വീട് അടിച്ചപ്പോൾ എനിക്ക് ഒട്ടും മനസ്സ് വന്നില്ല, മടുത്തുപോയി. സാധനത്തിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, അത്രയൊന്നും മധുരം എനിക്ക് തലയ്ക്കത് പിടിക്കത്തില്ല. ഒരു ഉന്മേഷത്തിൽ കയറി വന്നതാ. എന്തായാലും മൈസൂർ പാക്കും ജിലേബിയും അതും മത്ത് പിടിച്ചിട്ട് ദൈവമേ. പിന്നെ ഇവര് ഞാൻ ഇവിടെ എങ്ങനെയൊക്കെ മാനേജാണ് കഴിച്ചു തീർത്തത്. കഴിച്ചു തീർത്തത്. ബോയ്സ്, ഇപ്പം ഞാനൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇങ്ങോട്ടല്ലേ വഴി. സത്യം പറഞ്ഞാൽ ഒരു എൻ്റെ ലോജിടെക്കിൻ്റെ മൗസ് ഇല്ല, രാവിലെ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ലോജിടെക്കിൻ്റെ അത് G502 ലൈറ്റ് സ്പീഡാണ്. അത് 10-12 രൂപയുടെ മൗസാണ്. പോയി കിടക്കുക. അതിന് മുമ്പേ ലോജിടെക് പണ്ടുകൊണ്ട് എനിക്ക് പണി തരുന്നതാണ്. ആദ്യം 3ാമത്തെ ലോജിടെക് ആയത്. ഫസ്റ്റ് ലോജിടെക് എന്തുവാണ്, ഒരു G402 മേടിച്ചായിരുന്നു. അത് 2500 രൂപ കണ്ട. അത് 2 വർഷമായപ്പോൾ കേടായി. പിന്നെ അത് തന്നെ ഒരെണ്ണം കൂടി മേടിച്ച് അത് 2 വർഷത്തേക്ക് കേടായി. പിന്നെ ഇപ്പോൾ ഇത് മേടിച്ചത് 1.5 വർഷം പോലും ആയി. ഇപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ ഒരു മൗസ് മേടിക്കുക. അതാകുമ്പം കമ്പ്യൂട്ടർ ഓണാക്കണ്ട, എനിക്ക് കോപ്പിയും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും ഇന്നത്തെ വീഡിയോയുടെ ഫയൽ കോപ്പി ചെയ്യാൻ പറ്റത്തുള്ളൂ. മൗസ് കിട്ടി. എൻ്റെ മൗസ് തന്നെയാണോ? എൻ്റെ എഡിറ്ററിൻ്റെ ക്ലാസ് കണ്ട. ഈ ക്ലാസ് വെച്ചാണ് എഡിറ്റ് ചെയ്യുന്നത്. അതാണ് സമയത്തും കാലത്തും വ്ളോഗ് എത്താത്ത. എടാ പൂച്ച ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. എന്താ ഇങ്ങനെ ചെയ്യുന്നത്? എടാ വാടാ, എന്താ പ്രസവിച്ച് കിടക്കുകയാണ്. എൻ്റെ പേരെന്തുവാ? സിംബയാണ്. ഇങ്ങോട്ട് വന്നാ. വാല് പൊക്കാതെ, വാല് പൊക്കാതെ. നീ എന്തിനാ പൊക്കുന്നത്? ഇത് PG-13 വ്ളോഗാണ്. വോയിസ് എഡിറ്റർ ചായ കൊണ്ടുവന്നു. പിന്നെ എഡിറ്ററിൻ്റെ എഡിറ്റിംഗ് ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നത്. അവിടെ വേറൊരാൾ കക്ഷി വരുന്നു. മഞ്ഞത്തത്ത ചായ കൊള്ളാം, കടുപ്പാണ്. നല്ലതായിട്ട് ഞമ്മക്കിഷ്ടമായി. ഇറച്ചി വല്ലതും ഉണ്ട് അവിടെ? ഇറച്ചി ചെറിയ കഷ്ണം പോലും ഇല്ല. ചായ കുടിക്കട്ടെ. ഇവന്മാരൊക്കെ ഇനി ചായ കുടിക്കാൻ പാതിരാത്രിയാണ് മോഹം വന്നിരിക്കുന്നത്. ചായ ഓൾറെഡി കുടിച്ചായിരുന്നു ഇവന്മാർ. എന്നാലും എനിക്ക് ഇനി ചായ കുടിക്കാൻ ഇവിടെ കാറുന്നത്. ആ കാറിലെന്തോ ആടാണ്? പട്ടി അല്ല, വേറെ കാറുന്നുണ്ടല്ലോ ഇടയ്ക്ക്. പട്ടി കാറുവാ അത് ആടാണെന്ന് തോന്നുന്നു. കാണില്ലല്ലോ എന്തായാലും. കുറച്ചേറെ മഴയുണ്ടല്ലോ. ഞാൻ എടുക്കാം. ഇരുന്ന് നമ്മൾ പിന്നെ ഒരു കടയിലെത്തിരിക്കുകയാണ്. 3ാമത്തെ കട ഇന്നത്തെ. ഇവന്മാർക്കൊക്കെ ചായയുടെ ട്രീറ്റാണ്. എന്തുകൊണ്ട് മറ്റേ അൽഫാം അറിഞ്ഞില്ലേ? അൽഫാം മേടിക്കും. അപ്പോൾ ചായ മാറ്റി 3 പൈനാപ്പിൾ ആക്കി. ഞാൻ എന്തായാലും പൈനാപ്പിൾ മേടിക്കുന്നില്ല, ഒരു പാഷൻ ഫ്രൂട്ട് മേടിക്കുന്നു വിചാരിച്ചു. പൈനാപ്പിൾ എത്തി. ഇനി എൻ്റെ പാഷൻ മാത്രം. വിത്തൗട്ട് ഐസ് കുടിക്കും. എങ്ങനെ ഉണ്ട്? ഓ അടിപൊളി, കൊള്ളാവാ. പിന്നെ പാഷൻ മൊജിറ്റോ. അപ്പം നമുക്ക് വീട്ടിൽ എല്ലാവരും കൊണ്ട് ആക്കണം. കയറിക്കോ, വണ്ടി ഓടിച്ചു അങ്ങോട്ട്. എല്ലാരും പോകുന്നു. അവരെ വീട്ടിൽ വിട്ടിരിക്കുന്ന എല്ലാവരും. ഇവൻ പോകുന്നില്ല, ഇവൻ രാജോട്ട് കൂടെ ഉണ്ട്. എന്താ അടിച്ചു പൊട്ടിക്കുവാണ്? പോവാണാ? ശരി, ഓക്കെ. അക്ഷയും ഫൈനലി പോവുകയാണ്. അതാ അപ്പുറത്തുനിന്ന് പറയത്തുള്ളൂ. നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് എറണാകുളത്തോട്ട് പോവാം. ഇപ്പോഴല്ല, നാളെ പോകും. വണ്ടി എടുത്ത് വീട്ടിൽ പോവാം, എറണാകുളത്തോട്ട് പോവാം. അങ്ങനത്തെ വീഡിയോ വെച്ച് നിർത്തുവാണ്. ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ ലൈഫ്. I'll see you guys next time. Take care. Peace.
ചിലവർക്ക് ഇത് പറയുന്നത് എന്താണെന്ന് മനസ്സിലാറില്ല. ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് എ വണ്ടർഫുൾ ലൈഫ് അഹെഡ്. ഐ വിൽ സീ യു ഗൈസ് ടിൽ നെക്സ്റ്റ് ടൈം. ടിൽ ദെൻ ടേക്ക് കെയർ, പീസ് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ബൈ.